എളുപ്പം കിട്ടാൻ വേണ്ടിയാണ് സഹാബത്ത് 7 ദിവസം ഭക്ഷണം കൊടുത്തത്. അതുകൊണ്ട് സഹാബത്തിന്റെ സുന്നത്താണ്. ഇത് പറഞ്ഞിട്ട് മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു അവസാനിപ്പിക്കുന്നു. ചില കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ ഈ ചർച്ച അവസാനിപ്പിക്കട്ടെ. അല്ലൂല, ഒന്നാമത്തത് 7 ദിവസം ഭക്ഷണം കൊടുക്കുക എന്ന കാര്യം അത് സുന്നത്താണെന്നത് ബലഗനി അന്നഹാ മുസ്തമിറത്തുൻ ഇലൽ ആന ബിമക്കത വൽ മദീന والظاهر أنها لم تترك من أهل الصحابة إلى الآن وأنهم أخذوها خلفا عن سلف إلى الصدر الأول. سبحان الله. സഹാബത്തിന്റെ കാലം മുതൽ മക്കയിലും മദീനയിലും ഈ സുന്നത്തായ 7 ദിവസം ഭക്ഷണം മരിച്ച വീട്ടിൽ നിന്ന് കൊടുക്കുക എന്ന കാര്യം അത് നിരാക്ഷേപം നടന്നു വരികയാണ്. ഇമാം സുയൂത്തി തങ്ങൾ അൽ-ഹാദിയിൽ ഫതാവയുടെ 391 പേജ് വരെ ഈ ചർച്ച നടത്തിയിട്ട് അത് അവസാനിപ്പിച്ചതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. ഇത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ അവിടുത്തെ ഫതാവൽ കുബ്രയിൽ എടുത്തുദ്ധരിച്ച് മഹാനവറുകൾ വളരെ സവിസ്തരം അത് വിശദീകരിച്ചു സ്ഥാപിക്കുന്നു. ഫതാവൽ കുബ്രയുടെ 2-ാം വാള്യം 30-ാമത്തെ പേജിൽ. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ ഒരു ദിവസം ഒരു സഹാബി വഫാത്തായി അദ്ദേഹത്തിന്റെ മയ്യിത്ത് പരിപാലനത്തിന് വേണ്ടി പോയി. എല്ലാം കഴിഞ്ഞപ്പോഴതാ ആ സഹാബിയുടെ ഭാര്യ ഒരാളെ പറഞ്ഞേക്കുന്നു, നബിയെയും സഹാബത്തിനെയും വീട്ടിലേക്ക് വിളിക്കുന്നു. ചെന്നപ്പോൾ ആട്ടിനേറത്ത് വിഭവങ്ങൾ ഒരുക്കി വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ ചോദിച്ചില്ല, എന്റെ പെണ്ണെ നിനക്കൊരു സങ്കടം ഇല്ലാലോ നിന്റെ ഭാര്യയും ഭർത്താവ് മരിച്ചിട്ട് എന്ന് ചോദിച്ചിട്ടില്ല. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഭക്ഷണം കൊണ്ടുകൊടുത്തപ്പോ ഇത് ശിർക്കാണ്, കുഫ്റാണ്, ബിദ്അത്താണെന്ന് പറഞ്ഞില്ല, ഹറാമാണ്, കറാഹത്താണെന്ന് പറഞ്ഞില്ല. മരിച്ച വീട്ടിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭക്ഷണം എടുത്ത് കഴിച്ചു. പക്ഷേ ഹദീസിൽ കാണാം, ഒരു കഷ്ണം മാംസം വായിലേക്ക് വെച്ചപ്പോഴേക്ക് അത് പുറത്തേക്ക് എടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എനിക്ക് വിവരം അജിദു ലഹ്മ ശാത്തിൻ ഉഖിദത് ബിഗൈരി ഇദ്നി അഹ്ലിഹാ, ആട്ടിലെ ഉടമസ്ഥന്റെ പൂർണ്ണ സമ്മതമില്ലാതെ വാങ്ങി അറുത്തതാണെന്ന് എനിക്ക് വിവരം ലഭിക്കുന്നുവല്ലോ. വഹി മുഖേന ലഭിച്ചതാണ്. ഫഅർസലത്തിൽ മർഅതു, അപ്പോൾ അകത്ത് നിന്ന് ഈ ഭാര്യ തന്റെ ദൂതനെ പുറത്തേക്ക് പറഞ്ഞയച്ചു. ഫഖാലത്, എന്നിട്ട് പറഞ്ഞു കൊടുത്തു നബിയോട്, യാ റസൂലല്ലാഹി ഇന്നി അർസൽതു ഇലൽ ബഖീ, ഞാൻ ചന്തയിലേക്ക് ആട്ടിനെ വാങ്ങാൻ തങ്ങൾക്ക് ഭക്ഷണം തരണമെന്ന് ആഗ്രഹം കൊണ്ട് പെട്ടെന്ന് ആളെ പറഞ്ഞയച്ചപ്പോൾ ഫലം മജിദ്, അവിടെ ഒരു ആട്ടും ഇല്ലായിരുന്നു. ഫഅർസൽതു ഇലാ ജാരിലി, എന്റെ അയൽപക്കത്ത് അയൽവാസിയുടെ വീട്ടിലേക്ക് എന്റെ വൃത്തിനെ പറഞ്ഞയച്ചു. അങ്ങനെ അയാൾ ഒരു ആട്ടിനെ വാങ്ങിയിരുന്നു. അതെനിക്ക് തരാൻ വേണ്ടി ഞാൻ എന്റെ വൃത്തിനെ പറഞ്ഞയച്ചതാണ്. ഞാൻ അതിന്റെ വില കൊടുത്തിട്ടുണ്ട്. ഫലം യൂജത്, പക്ഷേ ഉടമസ്ഥൻ അവിടെ ഇല്ല. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ സമീപത്ത് ഞാൻ ആളെ പറഞ്ഞയച്ചു. അപ്പൊ യഥാർത്ഥ ഉടമസ്ഥൻ ഭർത്താവാണല്ലോ, അദ്ദേഹം വീട്ടിലില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ പൊരുത്തമുണ്ടെങ്കിലും വാചകം മുഖേന അദ്ദേഹത്തിന്റെ സമ്മതം ഉരുവിട്ട് ലഭിക്കാത്തത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ചെറപിടിക്കപ്പെട്ട ആളുകൾക്ക് കൊടുക്കണം, സഹാബികൾക്ക് കൊടുക്കണം എന്ന് പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇത് തിന്നാതിരുന്നത് പൂർണ്ണമായി സമ്മതം കിട്ടാത്ത ആട്ടിന്റെ മാംസമായതുകൊണ്ടാണ്, മരിച്ച വീട്ടിലെ ഭക്ഷണം മോശമായതുകൊണ്ടല്ല. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൂർണ്ണനാണ്, അൽ ഇൻസാനുൽ കാമിൽ. അപ്പൊ എല്ലാ അർത്ഥത്തിലും പൂർണ്ണനാകണം. അപ്പൊ പൂർണ്ണ സമ്മതം കിട്ടിയതേ അവർക്ക് തിന്നാൻ പാടുള്ളൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് സമ്മതം ഇല്ലെങ്കിലും പൊരുത്തമുണ്ടെന്നറിഞ്ഞാൽ ഉപയോഗിക്കാവുന്നതാണ്. അങ്ങനെയാണ് ശർഈന്റെ നിയമം. ഒരാളുടെ പറമ്പിലൂടെ നമ്മൾ വഴി പോകുന്നു, ആ വഴി പോകുന്നത് അദ്ദേഹത്തിന് പൊരുത്തമാണെന്ന് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം വാചകം മുഖേന നിങ്ങൾ പോയിക്കോളൂ എന്ന സമ്മതം തന്നിട്ടില്ല. അത് നമുക്ക് വേണമെന്നില്ല. അമ്പിയാക്കൾ അങ്ങനെയല്ല, അവർ ഇൻസാനുൽ കാമിൽ പൂർണ്ണന്മാരാണ്. പൂർണ്ണന്മാരാകുമ്പോൾ പിന്നെ ഹസനാത്തുൽ അബ്റാരി സയ്യാത്തുൽ മുഖറബീൻ, അതാണ് ഉസൂലിന്റെ നിയമം. അഥവാ സാധാരണക്കാർ ചെയ്താൽ തെറ്റല്ലെങ്കിലും ചില കാര്യങ്ങൾ മഹാന്മാർ ചെയ്താൽ തെറ്റാകും. വിവരിക്കാൻ ഇവിടെ ടൈമില്ല. ഞാനൊരു ഉദാഹരണം പറയാം. ബഹുവന്യരായ കാന്തപുരം ഉസ്താദ്, അല്ലെങ്കിൽ ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ നമ്മുടെ ചെറക്കരയിൽ അയ്യത്ത് പള്ളിയുടെ പരിധിയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കല്യാണത്തിന് ക്ഷണിക്കപ്പെട്ടു. അവര് വരികയാണ്. എങ്ങനെയാ വരുന്നത്? മർക്കസിൽ നിന്ന് അല്ലെങ്കിൽ പാണക്കാട്ട് നിന്ന് ഒരു സാധാ സൈക്കിളും ചവിട്ടിയിട്ടാ വരുന്നത് എന്ന് സങ്കല്പിക്കുക. വന്നാൽ അതൊരു തെറ്റാണോ, ഹറാമാണോ, കറാത്താണോ? അല്ല. പിന്നെ നമ്മളൊക്കെ പറയും അത് മോശമായി പോയി, തങ്ങൾ സൈക്കിൾ മേൽ വരരുതായിരുന്നു എന്ന് നമ്മൾ പറയും. അതെന്താ? അത് തങ്ങളോട് ചോദിച്ചതല്ലാത്തത് കൊണ്ടാണ്, തങ്ങൾ ചെയ്തത് ഹറാമായത് കൊണ്ടല്ല. ഇതുപോലെയാണ് അമ്പിയാക്കൾക്ക് അവരോട്
അവസരങ്ങളുണ്ട്. അത് തെറ്റല്ല. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മരിച്ച വീട്ടിൽ നല്ല ആട്ടിനെ പാകം ചെയ്ത് കൊണ്ട് കൊടുത്തപ്പോൾ അത് തിന്ന് വായിലിടുകയാണ്. ശേഷം സമ്മതമില്ലാത്തതിന്റെ പേര് ഒഴിവാക്കിയതാണ്. അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു വഫാത്താകാൻ അടുത്തപ്പോൾ തന്റെ മകളെ വിളിച്ചു. മകളെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ, ഇതാ നീ ഞാൻ മരണപ്പെട്ടാൽ നീ ഒരാട്ടിനെ അറുത്ത് പാകം ചെയ്യണം. എന്നെ മറവ് ചെയ്യാൻ വേണ്ടി സഹാബികൾ ഇവിടെ വരും, ആളുകൾ ഇവിടെ വരും. അവർ വന്നാൽ ഇത് തിന്നാതെ പോകരുതെന്ന് ബാപ്പ വസിയത്ത് ചെയ്തിട്ടുണ്ടെന്ന് മോള് ആ പരിപാലിക്കാൻ വരുന്ന ആളുകളോട് പറയണം. തങ്ങൾ അകത്ത് മരിക്കാൻ കിടക്കുകയാണ് സക്കറാത്തിൽ. മകളോട് പറഞ്ഞു, ഈ ചട്ടിയിൽ നിന്ന് മാംസം ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് പറഞ്ഞു, മോളെ, നീ ഒന്ന് പുറത്തു നോക്കൂ, ആരെങ്കിലും വരുന്നുണ്ടോ എന്ന്. അപ്പോൾ അതാ ഈ പെണ്ണ് പറഞ്ഞു, പാപ്പ ഉണ്ട്, വരുന്നുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട അബൂ ദർ ഗിഫാരി റളിയല്ലാഹു അൻഹു അവർ വരുമ്പോഴേക്ക് ഈ ലോകത്തോട് വിട പറയുകയാണ്. അവർ വന്നു, അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസയുടെ സമീപത്ത് വന്നു. അങ്ങനെ എല്ലാ സംസ്കരണവും നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ട അബൂ ദർ റളിയല്ലാഹു അൻഹുവിന്റെ മകൾ പറഞ്ഞു, വഅഖ്സമ അലൈക്കും അല്ലാ തർകബു അല്ലാ തഖുലു, നിങ്ങൾ ഈ ആട്ടിന്റെ മാംസം തിന്നാതെ പോകരുത് എന്ന് എന്റെ ഉപ്പനോട് വസിയത്ത് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. മരിച്ച വീട്ടിൽ നിന്ന് 3-ന്റെ അന്ന് ഭക്ഷണം കൊടുക്കുന്നതിനെ കുറിച്ച് ശാപ്പാട് എന്ന് പറഞ്ഞ് സ്വീപ്പാക്കിയ ഇദ്ദേഹത്തോട് ചോദിക്കട്ടെ, അബൂ ദർ ഗിഫാരി തങ്ങൾ ആളുകൾക്ക് ഭക്ഷണം കൊടുക്കാൻ വസിയത്ത് ചെയ്തത് ശാപ്പാട്ട് വീരന്മാരെ സൃഷ്ടിക്കാൻ വേണ്ടിയാണോ? മറുപടി പറയേണ്ടതുണ്ട്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരിച്ച വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തപ്പോ അത് തെറ്റാണെന്ന് പറഞ്ഞില്ല. ഇമാമികളുടെ ഗ്രന്ഥങ്ങൾ ഞാൻ ഇവിടെ ഉദ്ധരിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിൽ തലശ്ശേരിയിലും ലോകത്തെല്ലായിടങ്ങളിലും മുസ്ലിം സമൂഹം നടത്തി വരുന്ന ഒരു പുണ്യകർമ്മത്തെ എന്തിന്റെ പേരിൽ, എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഏത് കിതാബിന്റെ അടിസ്ഥാനത്തിൽ, ഏത് സുന്നത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിമർശിച്ചത് എന്ന് തലശ്ശേരിക്കാരോട് പറയേണ്ട ധാർമ്മിക ഉത്തരവാദിത്വം ഈ CD ഇറക്കിയ ആൾക്കുണ്ടെന്ന് വിനയപുരസരം ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ മയ്യിത്ത് സാധാരണ നമ്മൾ കിടത്താറുള്ളത് എങ്ങനെയാണ്? ഖിബിലയിലേക്ക് നെഞ്ചു വരത്തക്ക വിധത്തിലാണ്. അങ്ങനെയാണ് കിടത്തേണ്ടത്. അയാൾ പറയുന്നതും ഇദ്ദേഹം CD-യിൽ കാട്ടുന്നതും നിങ്ങൾ ആദ്യം ഒന്ന് കാണുക. 10 പേർ മയ്യിത്തിന്റെ മുഖം ഖിബലക്ക് അഭിമുഖമായിട്ട് വരത്തക്ക രൂപത്തില് ഈ മയ്യത്തിന്റെ ഈ ഭിത്തിയോട് മയ്യത്തിന്റെ വലതുഭാഗത്തേക്ക് ചേർത്ത് അല്പം ചരിച്ച് കിടത്തുക. കുറച്ചുകൂടെ ചരി, കൂടുതൽ വേണ്ട, കുറച്ചു താഴേക്ക്. മയ്യത്തിന്റെ കെട്ടുകളൊക്കെ അഴിക്കുക. പിന്നെ തല പൂർണ്ണമായിട്ട് തുറക്കുക. മുഖം മണ്ണുമായിട്ട് ചേരത്തക്ക രൂപത്തിൽ ഖിബിലക്ക് അഭിമുഖമായിട്ട് ചരിച്ചു വെക്കുക. അത് പിന്നെ അദ്ദേഹം കെട്ടൊക്കെ കഴിക്കണമെന്ന് പറയുന്നുണ്ട്. കണ്ടത് നിങ്ങൾ കിടത്തിയ രൂപം കണ്ടില്ലേ? കണ്ടോ? അതായത് മലർത്തി കിടത്തിയിട്ട് ഇദ്ദേഹം ചെയ്യുന്നത് കഴുത്ത്, മുഖം അദ്ദേഹത്തിന്റെ 2 ഭാഗത്തുണ്ട്. ഒരു ഭാഗത്ത് 10 വെച്ചുകൊണ്ട് അയാൾ പറയുന്നത് മുഖമാണ് കിബിലയിലേക്ക് വരേണ്ടത്, നെഞ്ച് വരണം കിബിലയിലേക്ക്. അത് ഞാൻ കിതാബ് വായിക്കുന്നുണ്ട്. മയ്യത്തിനെ കിടത്താൻ പറ്റുന്ന രീതി ഏറ്റവും നല്ലത് മയ്യത്തിനെ ഖബറിൽ എങ്ങനെയാണോ വെക്കുന്നത് അതേപോലെ തന്നെ കിടത്തലാണ്. മയ്യത്തിനെ ഖബറിൽ എങ്ങനെയാ കിടത്തുക? മയ്യത്തിനെ ഖബറിൽ കിടത്തുന്നത് വടക്ക് തെക്കായിട്ട്.